50% വരുന്ന സ്ത്രീകൾക്ക് 33% സംവരണം അത് പാസ്സാക്കി എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നും നമ്മൾ. സ്ത്രീകള് വീടുകളിൽ അടങ്ങിയിരുന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നും ഒരു മോചനം ഇന്നും ആ വിഭാഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. കേരള നിയമസഭയിൽ ഇനി സ്ത്രീകളുടെ ശബ്ദം വ്യക്തമായി കേൾക്കാം എന്നുള്ളത് തന്നെ. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 50% സ്ത്രീകളുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ലക്ഷ്യം വെച്ചുകൊണ്ട് 2023 സെപ്റ്റംബറിൽ പാസാക്കിയ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. എന്നാൽ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് മണ്ഡല പുനർനിർണയം ഒന്നും കൃത്യമായി നടക്കാത്തത് കൊണ്ട് ഈ ബിൽ ഇതുവരെ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സുപ്രധാനമായ ബില്ലിൽ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ലിനകത്ത് ഭേദഗതി കൊണ്ടുവരും. അതോടുകൂടി ഈ ബില്ല് നടപ്പിലാക്കുന്നതിലെ കാലതാമസം കുറഞ്ഞു കിട്ടുമെന്നും ഉടനെ തന്നെ ഈ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നും ഉള്ളതാണ് വലിയ പ്രതീക്ഷ. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി നവ്യ ഹരിദാസ് ആണ്. അവരുടെ വാക്കുകൾ. വളരെ സന്തോഷത്തോടു കൂടി ആ തീരുമാനത്തെ ഏറ്റെടുക്കുകയാണ്. 50% വരുന്ന സ്ത്രീകൾക്ക് 33% സംവരണം അത് പാസ്സാക്കി എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നും നമ്മൾ. 2023 പാസ്സാക്കിയിട്ടുള്ള ബില്ല്, ആ ബില്ല് എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന ചോദ്യമായിരുന്നു പാസ്സാക്കിയ ഉടനെ മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ത്രീകളും എല്ലാവരും തന്നെ ഉയർത്തിയിരുന്ന ചോദ്യം. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, മറ്റ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് അടുത്ത സെൻസസിന് കാത്തു നിൽക്കാതെ, മണ്ഡലത്തിന്റെ പുനർനിർണയം കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് അത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തി എടുത്തുകൊണ്ട് സ്ത്രീകളെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ആലോചനയാണ് നടക്കാൻ പോകുന്നത്. പരിപൂർണ പിന്തുണ, 100% പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, അതുപോലെ വിവിധ രാഷ്ട്രീയ സംഘടനകളോടും രാഷ്ട്രീയം നോക്കാതെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാ സ്ത്രീകളെയും സ്ത്രീ സംഘടനകളെയും സമീപിച്ചുകൊണ്ട് ഇതിനുള്ള പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഏറ്റവും അധികം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത് BJP-യാണ്. അപ്പം കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ കോഴിക്കോട് ജില്ലയിലടക്കം ഏറ്റവും അധികം സ്ത്രീകൾ മത്സരിച്ച NDAയുടെ ബാനറിലാണ്. അപ്പം BJP-യുടെ ഒരു മുഖമുദ്രയാണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് മറ്റുള്ള പാർട്ടികൾ കൂട്ടി മാതൃകയാക്കാവുന്ന കാര്യം. അതെ, മാതൃകയാക്കണം. പക്ഷെ അത് മാതൃകയാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം LDF ആകെ 2 സ്ത്രീകളെയാണ് മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ കേരള നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും വെറും 2 സ്ത്രീകളാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകള് വീടുകളിൽ അടങ്ങിയിരുന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നും ഒരു മോചനം ഇന്നും ആ വിഭാഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 33% തീർച്ചയായിട്ടും വേണം എന്നുള്ളൊരു നിബന്ധന. ആ നിബന്ധന പാലിച്ചെങ്കിൽ മാത്രമേ പലയിടങ്ങളിലും സ്ത്രീകൾക്കുള്ള അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റത്തെ കുറിച്ച്. അതെ, 140 സീറ്റുകളാണ് നിലവിലുള്ളത്. ഈ മണ്ഡലം വിഭജനം കൂടെ കഴിയുന്നതോടുകൂടെ 210 ഉയർത്തും. അതിന്റെ 33% സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുക എന്ന് പറയുമ്പോൾ കേരള നിയമസഭയിൽ ഇനി സ്ത്രീകളുടെ ശബ്ദം വ്യക്തമായി കേൾക്കാം എന്നുള്ളത് തന്നെ. അതെ, 60 സ്ത്രീകള്, more than 60 ആണ് ഇനി നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭാ മണ്ഡലത്തിലേക്കും അതേപോലെ തന്നെ 218 സ്ത്രീകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അധികമായിട്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിർമ്മാണത്തിൽ അവരുടെ ഒരു പങ്ക് വലിയ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതെ, മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം തെളിയിച്ചതാണ്, പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഇനി വരുന്ന രാഷ്ട്രീയ മേഖലകളിലും ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീമതി സുഷമ സ്വരാജിനെ പോലെ, ശ്രീമതി നിർമ്മല സീതാരാമനെ പോലെയുള്ള വ്യക്തികൾ തന്നെയാണ് മാതൃക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കഴിവുറ്റ സ്ത്രീകൾ രാഷ്ട്രീയ മേഖലകളിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്.